അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനുസല്ലി വനുസല്ലിം അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, എൻ്റെ പേര് മുഹമ്മദ് സൽമാൻ. ഞാൻ കേരളത്തിലെ എളിയ സ്ഥാപനമായ ദാറുൽ ഉലൂം അൽ ഇസ്ലാമിയ ഓച്ചിറ എന്ന സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ്. അൽഹംദുലില്ലാ, മദ്രസയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2006 സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് ദാറുൽ ഉലൂം അൽ ഇസ്ലാമിയ. മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രതിനിധിയായി പലതവണ കേരളത്തിൽ വന്ന അബ്ദുള്ള ഹസനി അവറുകൾ, അദ്ദേഹം അവിടേക്ക് വന്ന് നമ്മുടെ മദ്രസയിൽ തറക്കല്ലിടുകയുണ്ടായി. അങ്ങനെയാണ് സ്ഥാപനത്തിൻ്റെ തുടക്കത്തിൽ അവിടെ 15 വിദ്യാർത്ഥികളും 2 ഉസ്താദന്മാരും മാത്രമായിരുന്നു. ഇന്ന് അൽഹംദുലില്ലാ ആ സ്ഥാപനം വളർന്നു വലുതായി. ഇന്നവിടെ 300ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നു. 30-ൽ പരം ഉസ്താദക്കന്മാർ ഇന്നവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അൽഹംദുലില്ലാ. മാത്രമല്ല, ആ സ്ഥാപനത്തിൻ്റെ കീഴിലായി ഒരു ബനാത്തും കൂടി നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ 50ഓളം വിദ്യാർത്ഥികളും 5 ഉസ്താദക്കന്മാരും അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ സ്ഥാപനമായ ദാറുൽ ഉലൂം അൽ ഇസ്ലാമിയ, അതിൻ്റെ കീഴിലായി ധാരാളം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്നാമതായി പറയാനിരിക്കുന്നത് പയാമി ഇൻസാനിയത്തിനെ കുറിച്ചാണ്. എന്താണ് പയാമി ഇൻസാനിയത്ത്? വളരെ മഹത്തരമായ ഒരു പ്രവർത്തനം തന്നെയാണ് പയാമി ഇൻസാനിയത്ത്. അതിൻ്റെ ലക്ഷ്യം തന്നെ എന്താണെന്ന് വെച്ചാൽ, അവിടെയുള്ള എല്ലാ സമൂഹങ്ങളെയും മതഭേദമില്ലാതെ എല്ലാവരും ഒത്തുനിർത്തി ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ള ലക്ഷ്യം. സൗഹൃദം, സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റം, അവരുമായുള്ള നല്ല ബന്ധങ്ങൾ, ഇതൊക്കെയാണ് ലക്ഷ്യം വെക്കുന്ന പയാമി ഇൻസാനിയത്തിലൂടെ. മാത്രമല്ല, വേറൊരു പ്രവർത്തനമാണ് സയ്യിദ് ഹസനി അക്കാഡമി എന്നുള്ളത്. അവിടെ ധാരാളം ചെറു ഗ്രന്ഥങ്ങൾ അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഹാന്മാരുടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അവിടുത്തെ പല ഭാഷകളിൽ നിന്നും മലയാളത്തിലേക്ക് ആക്കി ലോകത്തിൻ്റെ 4 ഭാഗത്തിലേക്ക് ഇന്ന് അത് എത്തിച്ചുകൊണ്ടിരിക്കാനുള്ള പരിശ്രമത്തിലാണ്. ജമിഅത്തുൽ ഉലമാ ഹിന്ദിൻ്റെ വലിയൊരു പരിശ്രമവും നമ്മുടെ സ്ഥാപനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മദ്രസയിൽ ധാരാളം സേവകന്മാർ, 7ഓളം സേവകന്മാർ, ഖാദിമീങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അവരുടെ എല്ലാ ഭക്ഷണത്തിൻ്റെ സൗകര്യങ്ങളും മറ്റ് കിടക്കാനുള്ള പല സൗകര്യങ്ങളും മദ്രസ തന്നെ ചെയ്തു കൊടുക്കുന്ന ഏർപ്പാടുകളാണ് അൽഹംദുലില്ലാ. മാത്രമല്ല, അവിടുത്തെ ഓരോ ഹിഫ്ളിൻ്റെ വിദ്യാർത്ഥികളുടെ എണ്ണം ഏകദേശം 140ഓളമാണ്. ഈ ഖുർആൻ പഠിപ്പിക്കുക കൊണ്ടുള്ള അവിടുത്തെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ തജ്വീദോടുകൂടി പാരായണം ചെയ്യുക, നല്ല നിലയിൽ ഖിറാഅത്തോടുകൂടി പാരായണം ചെയ്യുക, സൂക്ഷ്മമായ നിലയിൽ മനഃപ്പാഠമാക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, അവിടെ ഖുർആൻ പാരായണത്തിന് മുമ്പ് തന്നെ തജ്വീദ് എങ്ങനെ പാരായണം ചെയ്യണം, എവിടെയൊക്കെയാണ് നിർത്തേണ്ടത് എന്നുള്ള തുടങ്ങിയ മുഴുവൻ നിയമങ്ങളും നല്ല വ്യക്തമായ നിലയിൽ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അവിടുത്തെ ആലിം കോഴ്സ്, അവിടെ പഠിപ്പിക്കുന്ന ആലിം കോഴ്സ്, അവിടുത്തെ രീതികൾ പറയുകയാണെങ്കിൽ ധാരാളം ഖുർആനുകൾ, ഹദീസുകൾ, മഹാന്മാരുടെ ധാരാളം ഗ്രന്ഥങ്ങൾ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആലിം കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്നൗയിലെ നദ്വത്തുൽ ഉലമയുടെ ആ സിലബസ്, ആ ഒരു ശാഖ കേരളത്തിലെ ഒരേ ഒരു സ്ഥാപനമായ ദാറുൽ ഉലൂം അൽ ഇസ്ലാമിയ ഓച്ചിറയിൽ ഒത്തുചേർത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ശാഖയാണ്. അവിടുത്തെ നിയമങ്ങൾ, അവിടുത്തെ നിലാമ് അനുസരിച്ചാണ് നമ്മുടെ ഓച്ചിറയിലെ എളിയ സ്ഥാപനമായ ദാറുൽ ഉലൂം അൽ ഇസ്ലാമിയ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ് അൽഹംദുലില്ലാ. അതാണ് നമ്മുടെ സ്ഥാപനം. അൽഹംദുലില്ലാ, ഇന്ന് നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സ്ഥാപനം. അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, അതിൻ്റെ ഖിയാമത്ത് നാൾ വരെയുള്ള ഓരോ നിലനിൽപ്പിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖും നിങ്ങളുടെ ദുആയും ഉൾപ്പെടുത്തുക. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവ്വലൻ വ ആഖിറ വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.